സംസ്ഥാനത്തിൻ്റെ പണം കൊണ്ട് നാട് നീളെ സർക്കിട്ട് അടിക്കാനും ഡെൻ്റൽ ക്ലിനിക്ക് തുടങ്ങാനും RSSകാർക്ക് സൽക്കാരമൊരുക്കാനും ആരിഫ് മുഹമ്മദ് ഖാന് സമയമുണ്ട്. പക്ഷേ സംസ്ഥാനത്തിന് വേണ്ടി 1 മണിക്കൂർ സംസാരിക്കാൻ ഗവർണർക്ക് സമയമില്ല. അതെന്തുമാവട്ടെ, താൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന മട്ടിൽ ഷോ കാണിക്കാൻ ഇറങ്ങിയ ഗവർണർ 1 മിനിറ്റ് കൊണ്ട് വായിച്ചത് നയപ്രഖ്യാപനത്തിൽ കേന്ദ്ര സർക്കാരിനെതിരായ കേരളത്തിൻ്റെ നിലപാട് തന്നെയാണ്. അതായത് ഒരു ചൊല്ലുണ്ട്, രാവിലെ മുതൽ വെള്ളം കോരിയിട്ട് വൈകിട്ട് കലമിട്ടുടച്ചു എന്ന്. ഏതാണ്ട് അതേ അവസ്ഥയിലാണ് ഇന്ന് ഗവർണർ മടങ്ങിയതെന്ന് പറയേണ്ടി വരും. നയപ്രഖ്യാപനം മുഴുവൻ വായിക്കാതെ അവസാന ഭാഗം മാത്രം വായിച്ച ഗവർണർ അണ്ണൻ കരുതിയത് താൻ വിജയിച്ചു എന്നായിരുന്നു. ആ വായിച്ച ഒറ്റ മിനിറ്റിലുണ്ട് കേരളം ഈ രാജ്യത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത് അത്രയും. നയപ്രഖ്യാപനത്തിൽ മോദി സർക്കാരിനെതിരായ കേരളത്തിൻ്റെ നിലപാട് തന്നെയാണ് അദ്ദേഹം വായിച്ചത്. നിയമസഭയിൽ ഗവർണർ വായിച്ച ഭാഗം ഇങ്ങനെയാണ്: നമ്മുടെ മഹത്തായ പൈതൃകം കെട്ടിടങ്ങളിലോ സ്മാരകങ്ങളിലോ അല്ലെന്നും മറിച്ച് ജനാധിപത്യം, മതനിരപേക്ഷത, ഫെഡറലിസം, സാമൂഹ്യനീതി എന്നീ കാലാതീത മൂല്യങ്ങളോടും ഇന്ത്യൻ ഭരണഘടനയുടെ വിലമതിക്കാനാവാത്ത പൈതൃകത്തോട് നാം കാണിക്കുന്ന ബഹുമാനത്തിലും പരിഗണനയിലുമാണെന്നും നമുക്കോർക്കാം. ഇക്കാലം അത്രയും നമ്മുടെ രാഷ്ട്രത്തെ സംഘടിതവും ശക്തവുമായി നിലനിർത്തിയത് സഹകരണ ഫെഡറലിസത്തിൻ്റെ അന്തസത്തയാണ്. ഈ അന്തസത്തയ്ക്ക് ശോഷണം സംഭവിക്കുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. വൈവിധ്യവും വർണ്ണാഭവുമായ ഈ രാഷ്ട്രത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ നാം ഒത്തൊരുമിച്ച് നമ്മുടെ പന്ഥാവിലുള്ള എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് സമഗ്രമായ വളർച്ചയുടെയും ഉത്തരവാദിത്വമുള്ള പ്രതിരോധശേഷിയുടെയും വർണ്ണകമ്പളം നെയ്തെടുക്കും. ഇത് വായിച്ചല്ലോ, അത് തന്നെ ധാരാളം. ഈ ഒറ്റ പാരഗ്രാഫിൽ തന്നെയുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ നയവും നിലപാടും. ഇടയ്ക്കൊക്കെ ഗവർണർ അദ്ദേഹം ഒന്ന് ഓർമ്മിക്കുന്നത് നന്നാവും. ജനങ്ങൾ തിരഞ്ഞെടുത്ത അധികാരികളല്ല തങ്ങളെന്ന്.